ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടത് ടിപ്സ് ഫോർ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം നിലനിർത്തുക എന്നത്. അതിനായി നമുക്ക് എന്തൊക്കെ സാധിക്കാനാവും? എന്നും സന്തോഷം നിലനിർത്താനായി നാം ഒരു ബുക്കും പെന്നും എടുത്ത ശേഷം നമ്മുടെ നല്ല ക്വാളിറ്റീസൊക്കെ അതിലേക്ക് എഴുതി വയ്ക്കാം. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കാതെ നല്ല ക്വാളിറ്റീസ് എഴുതി വയ്ക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലൊരു സന്തോഷം വരുന്നതാണ്. ഫാമിലിയിലുള്ള ആൾക്കാരോ നെയ്ബേഴ്സായിട്ടുള്ള കസിൻസോ ആരായാലും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ നെവർ മൈൻഡ് ആക്കുക. നാം നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നാം എഴുതിയ പോസിറ്റീവ് അഫർമേഷൻസൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്നത് നമുക്ക് ഹാപ്പിനെസ് നൽകുന്നതാണ്. നാം എപ്പോഴും പോസിറ്റീവായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് എഴുതുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നന്ദിയോടെ എഴുതി വയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്നതാണ്. നമുക്ക് സന്തോഷമായാലും ദുഃഖങ്ങളായാലും അത് എക്സ്പ്രസ് ചെയ്യുക. ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ ചിരിക്കുകയും സാഡ്നെസ് വരുമ്പോൾ കരയുകയും ചെയ്യാം. അത് നമ്മുടെ ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കാതെ അത് എക്സ്പ്രസ് ചെയ്യുക. എപ്പോഴും ഗ്ലൂമി ആയിട്ടിരുന്ന മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാതെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പരാജയം, ഭയം, വെറുപ്പ്, കോപം ഈ വക ചിന്തകളിൽ മനസ്സ് നിരന്തരം മുഴുകിയിരുന്നാൽ നിങ്ങൾ മാനസികമായും ശാരീരികമായും ക്ഷീണിക്കുകയും സന്തോഷമില്ലാത്തവരായി തീരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകൾ നിർമ്മിക്കുന്നതാണ് നമ്മുടെ ജീവിതവും സന്തോഷവും എന്ന് ഓർക്കുക. നാം ജീവിച്ചു പോകുന്ന ഓരോ നിമിഷവും ഹാപ്പിയായി ഇരിക്കുക. ഈ മൊമെൻറ്റിൽ ജീവിക്കുക. നാം തന്നെയാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റൊരാൾക്കും സന്തോഷിപ്പിക്കാനാവില്ല. നാം തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണം. നമുക്ക് സന്തോഷകരമായ ജീവിതം നേടാനായി കുറച്ച് പോയിൻറ്റ്സ് നോക്കിയാലോ? നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. കാരണം നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നാം ഒരു മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രചോദനം നൽകുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളായി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താം. അതുവഴി ഒരു പോസിറ്റീവായ ലൈഫ് നമുക്ക് സാധ്യമാകുന്നു. മോട്ടിവേഷൻ നൽകാനും അവർക്ക് സാധിക്കുന്നതാണ്. നാം ആരും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല. പുതിയ വാതിലുകൾ തുറന്ന് പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നാം എപ്പോഴും ഭൂമിയിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, പ്രത്യാശ വയ്ക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പ്രതീക്ഷയിലൂടെയാണ്. പ്രതീക്ഷകളാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷകൾ കൈവിടും